ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് കാലത്തെ കുറച്ച് വിശേഷം നോക്കാം. ഇന്ന് കാലത്ത് ചോറ് അടുപ്പിലിട്ടോ. ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചോറൊന്നും ആയിട്ടില്ല. സമയം 7:15. പിന്നെ ഇന്ന് കൊടുത്തു വിടാനുള്ള കറിയൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. കടലക്കറിയാണ്. കടലക്കറി ഇന്നലത്തെ കടലക്കറി ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്കത് തന്നെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് കാലത്തെ നാസ്റ്റാക്കുള്ളത് ബീഫിൻ്റെ കറി ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇന്നലെ രാത്രി ബീഫ് നമ്മൾ ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊരു 4-5 പീസ് ബാക്കി വന്നപ്പോൾ നമ്മൾ വിടുമോ? ഒരു തേങ്ങയൊക്കെ അരച്ച് അതിന് എന്തൊക്കെ കുറവുള്ളത് അതൊക്കെ ചേർത്തിട്ട് ഒരു കറിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദോശയും ബീഫ് കറിയും അടിപൊളി കോമ്പിനേഷനല്ലേ. അപ്പം ഇന്ന് കാലത്ത് അതിനൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. സമയമാകണമല്ലേ ഉള്ളൂ. പിന്നെ കുടിക്കാനുള്ള ചുടുവെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കടലക്കറിക്ക് നല്ലൊരു ചമ്മന്തി അരയ്ക്കാൻ വിചാരിച്ചു. ഇന്നലെ രാത്രി കുറച്ച് ഉണക്കമീൻ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. ഇത് ചെള്ളിപ്പൊടിയാണ്. ചെള്ളിപ്പൊടി. പക്ഷേ ഇത് ചമ്മന്തി അരിക്കാണെങ്കിൽ ഇതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇത് ചേർത്ത് ഞാൻ ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല. അതിൽ തലയും പാലൊന്നും ഇല്ല. നല്ല ക്ലീൻ ചെയ്ത ഇത് മതി. ഇതാണ് ചമ്മന്തി അരിക്കാൻ ഇതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. നമ്മളുടെ അവിടെ തൊട്ട് തന്നെ ഉണക്കമീൻ്റെ കടകളൊക്കെ ഉണ്ട്. 2 കടയുണ്ട്. അപ്പോൾ എന്തോ ഉണക്കമീൻ കഴിക്കാൻ പൂതിയായപ്പോൾ എന്ത് ചെയ്ത് ഒന്നും നോക്കിയില്ല. ഇക്കാനെ വിളിച്ചിട്ട് പോയി ശരി കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ വിചാരിച്ചു. നമുക്ക് നോക്കാം. ഉണക്കമീൻ ചമ്മന്തി നിങ്ങളൊക്കെ അരച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ അരയ്ക്കാം, എപ്പോഴെങ്കിലും അരയ്ക്കും. പക്ഷെ ഞാൻ അരയ്ക്കണത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. ഞാൻ നല്ല ക്ലീൻ ആക്കിയിട്ട് വരട്ടെ. ഉണക്ക ചെമ്മീൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അല്ലേ. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഉണക്കമീൻ ചീഞ്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഒരു 10 പല്ല്. ഒരുപാട് ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാനിവിടെ ചെറിയ ഉള്ളിക്കൊക്കെ വിലയായത് കാരണം അളവിന് മതിയെന്ന് വിചാരിച്ചു. അതേപോലെ വെളുത്തുള്ളിയും ഇത്ര ആണ് വെളുത്തുള്ളി. പിന്നെ വറമുളകും ഇതിലൊരു 7 എണ്ണം ഉണ്ട് കേട്ടോ. വറമുളക് അതും ഒന്ന് ചൂടാക്കി വെച്ചതാണ്. എരിവ് വേണം ഇവിടത്തുള്ളവർക്കൊക്കെ. പിന്നെ കറിവേപ്പില കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ പുളി ഒരു ചെറിയൊരു ഉരുള പുളിയും എടുത്തിട്ടുണ്ട്. ഉപ്പ് സ്വല്പം മതി. ഉണക്കമീനായത് കാരണം അതിൽ കുറച്ച് ഉപ്പുണ്ടാകുമല്ലോ. അപ്പോൾ നമുക്ക് ഉപ്പ് പോരാ പറഞ്ഞ് വേണമെങ്കിൽ ഇടാം. നമുക്ക് ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം അല്ലേ. അങ്ങനെ നമുക്കിത് അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉണക്കമീൻ ചെമ്മീൻ ചമ്മന്തി സൂപ്പറായി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതൊരു സ്ഥലത്ത് അങ്ങോട്ട് മൂടി വയ്ക്കാം. ഇനിയിപ്പോൾ നാസ്റ്റ് ഉണ്ടാക്കാൻ മാവൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഒന്ന് ദോശ ഉണ്ടാക്കാൻ തുടങ്ങട്ടെ. സമയമായില്ലേ. ഇത് അഫ്സൽമാൻ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ദോശ ഉണ്ടാക്കട്ടെ കേട്ടോ. ഇക്കൊന്ന് അടുക്കളയിൽ വന്ന് നോക്കി 2 ട്രിപ്പ് നോക്കിയിട്ട് ഇതാണോ എനിക്കിന്ന് കൊണ്ടുപോകാനുള്ള ചമ്മന്തി എന്ന് ചോദിച്ചു. എന്നിട്ട് എൻ്റെ മുഖം നോക്കി ഒരു ചിരി ചിരിച്ചു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്. പിന്നെ ഞാൻ പാവമല്ലേ, അവൾക്കതൊരു മുട്ട ഒന്ന് ഓംലേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകും സബോളയും ഉപ്പും. ഇതെനിക്ക് കുറച്ച് ഉള്ളി അധികം വേണം. നല്ല വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു മുട്ടയ്ക്കൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ദോശക്കല്ല് വെച്ചപ്പോൾ ഫസ്റ്റ് ഒന്ന് മുട്ടയൊന്ന് ഓംലേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ദോശ ചൂടാമെന്ന് വിചാരിച്ചു. അതൊന്ന് ഒഴിക്കട്ടെ. അപ്പം അങ്ങനെ ഇന്നത്തെ പോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞു. ഒടുവിൽ ദോശയായി. അതിന് കറി പറഞ്ഞില്ലേ ബീഫ് കറിന്ന്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. ബീഫ് കറിയൊക്കെ റെഡിയാക്കി കൊടുത്തു. ടിഫനിൽ ചോറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇക്കാക്ക് കുറച്ച് ചമ്മന്തിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിക്കും, പക്ഷെ ഒരുപാട് താല്പര്യമില്ല അത്ര തന്നെ.
ഇതാ മുട്ടയൊക്കെ ഒന്ന് ഓംപ്ലേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കറി വന്നിട്ട് കടലക്കറി കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അസ്സലാമു അലൈക്കും.